ഇപ്പൊ ഈ പൊതുവെ ഇപ്പോ ലൈക്ക് ഇപ്പൊ നമ്മള് പിക്കാസോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ പെയിന്റിങ്ങും അല്ലെങ്കിൽ കുറച്ചും കൂടെ മൈക്കലാഞ്ചലോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ പെയിന്റിങ് കുറച്ച് എന്താ പറയാ റിയലിസ്റ്റിക് കുറച്ച് പിക്കാസോ ആണെങ്കിൽ കുറച്ചും കൂടി മോഡേൺ ആർട്ട് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല അതിൽ എന്താന്നുള്ളത്. പക്ഷെ ഒരു പെയിന്ററുടെ കണ്ണിൽ കൂടെ ആണെങ്കിൽ പല ഐഡിയാസ് അവരെ കാണുന്ന അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ലൈക്ക് മോഡേൺ ആർട്ട്? അങ്ങനത്തെ ഞാൻ ചെയ്തിട്ടില്ല, അത്രത്തോളം അങ്ങോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 12 വർഷത്തോളമായിട്ട് മ്യൂറൽ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ മ്യൂറല് എല്ലായിടത്തും എല്ലാവരും ടെമ്പിൾ ആർട്ടായിട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് കരുതി ഇങ്ങനെ കുറച്ച് മാറി മാറി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ മ്യൂറലിൽ കുറച്ച് കണ്ടംപററി സ്റ്റൈലായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഫോക്ക് ലേഡിയുടെ ചെയ്യാൻ വെച്ചു. പിന്നെ ഒരു കുരുമുളക് തോട്ടത്തിനകത്ത് ഒരു ലേഡി നിൽക്കുന്നത് ഒരു വർക്ക് അങ്ങനെ മ്യൂറൽ തന്നെ ചെയ്തു, കണ്ടംപററി സ്റ്റൈല്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ ഞാൻ എപ്പോഴും ലൈക്ക് ഒരു പെയിന്റർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഭയങ്കര ഒരുപാട് നിഗൂഢമായ പെയിന്റിങ്സ് നമ്മുടെ ലോകത്തുണ്ട്. അതിലുള്ള ഒരെണ്ണാണ് മൊണാലിസ. എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും ആ ചിരിയുടെ അർത്ഥം എന്താന്നൊക്കെ? നമുക്കത് അത്രത്തോളം അങ്ങനെ മനസ്സിലാവില്ല പുള്ളി എന്താണ്. ഒരു സൈഡിൽ നോക്കുമ്പോ പല പല ഇന്റർപ്രിട്ടേഷൻസ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു പോർട്രേറ്റ്? ഞാൻ അങ്ങനെ പോർട്രേറ്റ് റിയലിസ്റ്റിക് ആർട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് ഈ ഒരു ഇതിന്ന് മാറി പഠിക്കണം. അപ്പൊ അതിന് വേറെ കുറച്ച് അധികം നമ്മൾ ട്രെയിൻ ചെയ്യണം, അപ്പൊ അതിനൊരു മാഷ് വേണം. ഞാൻ മഹേഷ് ശമ്പൂർ സാറിന്റെ അവിടെ കുറച്ച് ഒരു 1-2 ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അധികമൊന്നും അറ്റൻഡ് ചെയ്യില്ല. സാറ് നന്നായിട്ട് പഠിക്കും, റിയലിസ്റ്റിക് ആർട്ടിസ്റ്റ് ആണ് പുള്ളി. അപ്പോൾ സാറിന്റെ കീഴിൽ പഠിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ട് പിന്നെ അത് ഞങ്ങൾ ട്രിവാൻഡ്രം ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു അവസരം പോയി. പിന്നെ നമ്മൾ കൂടുതലും ഇതിനകത്ത് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ തനിയെ ഉള്ള വർക്കുകൾ തനിയെ തന്നെ പഠിച്ച് നോക്കുന്നു. ഇപ്പൊ ഒരു പെയിന്റിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ. ഇപ്പൊ ഒരു പെയിന്റിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻസ്പിറേഷൻ വന്നിട്ടാണോ ആ പെയിന്റിങ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? ഇൻസ്പിറേഷൻ അല്ല, ചില സമയം നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ എന്തെങ്കിലും ഒരു ആശയം വരും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യും. ഇപ്പോൾ ഞാൻ എന്നോട് പെട്ടെന്ന് വരയ്ക്കാൻ വേണം. എക്സിബിഷൻ്റെ സമയത്ത് ഞാൻ വന്നിട്ട് ഒരാഴ്ച ടൈമിനുള്ളിലാണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഒരാഴ്ച ടൈമേ ഉണ്ടായുള്ളൂ. എന്നോട് പെട്ടെന്ന് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ ഇങ്ങനെ നോക്കി പോയി കുറേ പിക്ചേഴ്സ് കണ്ടു, കുറേ ബ്യൂട്ടിഫുൾ ലേഡീസിൻ്റെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അന്നൊരു ഫിഗർ മാത്രം വരയ്ക്കാമെന്ന് കരുതി ഒരു ലേഡിയുടെ ഫിഗർ വരച്ചായിരുന്നു. അപ്പം അതിൽ മിക്സഡ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ അക്രിലിക് പെയിൻ്റ് ഉണ്ട്, പിന്നെ ഹൈലൈറ്റർ ഉണ്ട്, മാർക്കറുണ്ട്, അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അത് ജസ്റ്റ് ഒരു 2 ദിവസം കൊണ്ട് ഞാൻ തട്ടിക്കുട്ടി വേഗം എടുത്തതാണ്. പക്ഷെ നല്ല രസമുണ്ട്, അട്രാക്റ്റീവ് ആയിരുന്നു, എല്ലാവരും പറയുമായിരുന്നു ആ വർക്ക്. അത് സെയിലായി പോയി എൻ്റെ അന്ന്. എങ്ങനെ ലൈക്ക് മിക്കതും സെയിലിന് വേണ്ടിയിട്ടാണോ പെയിന്റ് ചെയ്യാറ്? അതോ കുറച്ചൊക്കെ സെയില് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാറുണ്ട്. പിന്നെ കുറെ വരയോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വരയ്ക്കും. വെറുതെ ഇരിക്കുമ്പോ വരയ്ക്കാൻ തോന്നുന്നു. എങ്ങനെയും സമയം കണ്ടെത്തും നമ്മള്. കാരണം കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും പകൽ സമയം എനിക്ക് അങ്ങനെ അധികം കിട്ടില്ല. പിന്നെ രാത്രി ഇവരെ കുറേ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് വരയ്ക്കും. ഒരു പാഷൻ കാരണം. ലൈക്ക് ഇപ്പൊ ഷാരി ചേച്ചി ഒരു ഫാമിലി പേഴ്സണും കൂടിയാണ്. അപ്പൊ ഈ സ്ത്രീ എന്ന് വരുമ്പോ പ്രൊഫഷനും ഫാമിലി ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഹാൻഡ്ലൈൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പെയിന്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫോക്കസ്ഡ് ആയി ചെയ്യുന്ന ഒരു ഇത്. എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു? പകൽ സമയം ഇപ്പോൾ പിള്ളേരുടെ കൂടെ അവരുടെ അടുത്ത് വർക്ക് ചെയ്യല്, അവരുടെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കുക, പിന്നെ വീട്ടിൽ അമ്മേൻ്റെ ഒപ്പം ഹെൽപ്പ് ചെയ്യുക. വേറെ വർക്കുകളൊന്നുമില്ല. പിന്നെ കിട്ടുന്ന ഒരു ചെറിയ നിമിഷം ചിലപ്പോൾ എന്തെങ്കിലും എഴുതണം തോന്നിയാൽ എഴുതും. ഇതൊക്കെ എനിക്കൊരു 10 മണി രാത്രി കഴിയുമ്പോഴാണ് ഒരു നല്ലൊരു ക്വയറ്റാണ് ഇവിടെ എല്ലാ ഏരിയയും. നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഇല്ല. പിള്ളേരാകുമ്പോൾ അവർക്ക് TV ബഹളം എല്ലാം വരുമ്പോൾ നമുക്ക് മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ആണ്. പിന്നെ എക്സിബിഷൻ ടൈമിൽ ഞാൻ പറയും എങ്ങനെയെങ്കിലും എനിക്ക് ടൈം അവർക്കുള്ള വർക്ക് കൊടുത്ത്, ചിലപ്പോൾ അവർ വരയ്ക്കാനിരിക്കും, അവരും വരച്ചോളും, പെയിന്റിംഗ് ഒക്കെ ചെയ്തോളും. ഇഷ്ടമാണ് അവർക്ക്. മോള് ചെറുതായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും. അമ്മയുടെ പഠിച്ചത് മോനും പാടുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതിലൊക്കെയാ. അപ്പൊ ആ കിട്ടുന്ന സമയം അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ ആ ടൈമിൽ